മേഖലയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി സൗദി വിദേശകാര്യമന്ത്രിയുമായി താൻ നിരന്തര സമ്പർക്കത്തിലാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇറാനെതിരായ നീക്കങ്ങൾക്കായി സൗദിയുടെ മണ്ണോ ജലപാതകളോ വ്യോമാതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി പൂർണ്ണമായ ഉറപ്പു നൽകിയതായും അരാഗ്ചി അറിയിച്ചു. 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ചരിത്രപരമായ ബീജിംഗ് കരാറിനോട് ഇരു രാജ്യങ്ങളും ഇപ്പോഴും പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്ക് ഉത്തരവാദികൾ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് കുറ്റപ്പെടുത്തിയ അരാഗ്ചി അയൽ രാജ്യങ്ങളെ ഇറാൻ ഒരിക്കലും ശത്രുക്കളായി കാണുന്നില്ലെന്നും വ്യക്തമാക്കി. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം അസ്ഥിരത മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നും അടിച്ചേൽക്കപ്പെട്ട യുദ്ധത്തിന് കടുത്ത ഭാഷയിൽ മറുപടി നൽകാൻ ഇറാൻ സജ്ജമാണെന്ന മുന്നറിയിപ്പും നൽകി. യുദ്ധകാലത്തെ മിസൈൽ ആക്രമണങ്ങളിൽ അയൽ രാജ്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരത്തെ ക്ഷമാപണം നടത്തിയിരുന്നു. ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ തങ്ങളുടെ മണ്ണ് വിട്ടു നൽകാത്ത അയൽ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അവസാനിപ്പിക്കാനാണ് ഇറാന്റെ തീരുമാനം. വിജയ് ഫുഡ്സ്, പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം.